ഗായ്സ്, നമ്മള് പുതിയ വീഡിയോ ഏവർക്കും. അപ്പൊ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് എവിടെ പോണ്? ഇവിടെ കുറെ അപ്ഡേറ്റ് ആയില്ലേ? നമ്മൾ കിരീടം പാടത്തിൽ അവിടെ കുറെ അപ്ഡേറ്റ് ആയിട്ട് പറയണം. എന്തൊക്കെയാണ് അപ്ഡേറ്റ്, അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറെ ആൾക്കാരല്ലേ, അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി. റോഡൊക്കെ ആണെങ്കിൽ മൊത്തം കുളമായി കിടക്കും. ഓക്കെ, കുളമാണോ റോഡാണോ? ബോട്ട് ഉണ്ടെങ്കിൽ പോകാൻ എടുത്തതല്ലേ. നോക്ക് എല്ലാരും കുത്തി തെരിഞ്ഞ് അല്ലേ. ഫുൾ ഷാപ്പ് ഇന്ത്യക്ക് ഫുൾ ഷാപ്പായല്ലേ. നമുക്ക് ഏത് ഷാപ്പിൽ കയറണം കൺഫ്യൂഷൻ. നമുക്ക് ഒരു കാര്യം ഇവിടെ ആരും ചോദിച്ചിട്ട് അല്ലേ. കള്ളും കുടിക്കാനാണ് പ്ലാൻ. നമ്മൾ ചോദിച്ചു നോക്കാം. തിരക്കുണ്ടോ? എല്ലാ ഫാമിലിയും വെട്ടി അടിക്കണം. കള്ളും ചൂപ്പി ചാപ്പാടും അടിച്ച് അല്ലേ. പയ്യന്മാര് പറഞ്ഞു നോക്ക്, ഇത് മൊത്തം കണ്ടിന്യൂ. ഇതല്ല കരിഞ്ഞാ പൂവൊക്കെ പൂവൊക്കെ കരിഞ്ഞു. ഇനി പൂവൊക്കെ അതൊക്കെ കരിഞ്ഞു. സൂര്യകാന്തിയൊക്കെ പയ്യന്മാര് കാറൊക്കെ കൊണ്ട് ആൾക്കാർ ഇറങ്ങി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം റോട്ടിൽ അല്ലേ. ഓണത്തിന് മുമ്പേ ഇത് തട്ടെങ്കിൽ അസ്ഥയിടാൻ വേണ്ടി പോയത്. വെച്ച താമസിച്ചു അല്ലേ. കരിഞ്ഞതാ വെയിലടിച്ച്. അമ്മ എല്ലാം ഇങ്ങോട്ട് തന്നെ കേട്ടോ ഫാമിലി അല്ലേ. എന്ത് ഗ്രാമസുന്ദരമായ സ്ഥലം അല്ലേ. നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാം കാണാം. പെൺമുടി മല വരെ കാണാം. പിന്നെ ആ മല ഏത് മല? അതിന്റെ ബാക്കിലുള്ള വലിയ മല കുന്നു പോലെ നിൽക്കുന്നത്. ഓ കാശ്മീർ മല വരിക്കുന്നത് കണ്ടോ? സൂം ചെയ്ത് കാണിച്ചോട്. മഞ്ഞ് മല വരിക്കുന്നത് അല്ലേ. അവിടെ ഒരു മല ഉണ്ടല്ലേ, മഞ്ഞ് മൂടിക്കണം. ഇതൊക്കെ അഗസ്ത്യാർ കൂടങ്ങുണ്ട്. അഗസ്ത്യാർ കൂടം അതാ പുതിയ കണ്ടുപിടുത്ത. അറിയില്ല ഞങ്ങൾക്ക്. ഇവിടെ അഗസ്ത്യാർ കൂടാണോ ഇരിക്കുക. മറ്റേ പണി കഴിയുമ്പോ എല്ലാം കൂടെ ചെയ്യും. മറ്റേ പണി താറാവ് നോക്ക് ചെയ്യാ. എവിടെ താറാവ് നോക്ക്. കണ്ടാ പണി പുരോഗമിക്കുന്നു. എല്ലാം ഏകദേശം പണിയൊക്കെ നടക്കുന്നു. നോക്ക് ബണ്ട് പോലെ വെച്ചിരിക്കുന്നു. നോക്കിയാണ് ഇവിടുത്തെ കാഴ്ചകള്. അങ്ങച്ചൻ നോക്കിയത് അച്ഛനും മോനും മോളും വന്ന് മീൻ പിടിക്കണം അല്ലേ. നല്ല പ്രകൃതി ഭംഗി. നോക്ക് എന്ത് കിട്ടില്ല തടാകമാണ് അല്ലേ. ശുദ്ധജല തടാകമാണ് അല്ലേ. അങ്ങനെയുണ്ട് പഠിക്കുന്നുണ്ടല്ലോ ഏതോ ശുദ്ധജല വെള്ളാണ് കായലിൽ നിന്ന്. നോക്ക് ഇവിടെ വയല്, നടുക്ക് റോഡ്, ഇപ്പുറത്ത് കായല്. അടിപൊളി സൂപ്പർ. നോക്കിയേ ഹായ്.
എനിക്ക് ഇതുവല്ല നേരം നീ ഉറങ്ങി തള്ളു. അതല്ല ഇരിക്കുന്നു, മുകളിലിരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ, ഹോട്ടലല്ല. കഫ്തേരിയൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് എവിടെയെങ്കിലും ആയി കുടിലും ഗൈസ്. ഭയങ്കര കാറ്റും നല്ല അന്തരീക്ഷവും. നമ്മളവിടെ ഇരുന്നല്ലേ, ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ച് ചേച്ചിയുടെ കട വാങ്ങിച്ചോട് ഒരു കുലിക്കൊക്കെ വാങ്ങിച്ച് അല്ലേ, കുലിക്ക് വാങ്ങിച്ച് മാങ്ങ വാങ്ങിച്ച് ഞാനും മാങ്ങ തിന്നല് തീയേരാ. ഞാൻ ഇതേ കൂടെ അഭ്യാസം കാണിക്കാൻ വെള്ളത്തില് എന്റെ മോളെന്ത് ധൈര്യശാലി കണ്ട. ഏത് പിള്ളേർ ഇങ്ങനെ കൈവിട്ട കളിയാണ്, വെള്ളത്തിൽ വീഴും. അപ്പൊ വീഴും അധികം കളിക്കല്ലോ, കേറാനും ഒക്കെ അറിയാം തന്നെയാ. ഇതിന്റെ ഇടയിൽ കൂടെ വാ മക്കളെ. ഉടുമ്പില്ല, ഞാൻ പിടിച്ചോളാം വാ. കാണാൻ വന്നപ്പോ പൂവില്ല, പുറത്തുള്ളത് വെച്ച് ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. സൂര്യ കണ്ടില്ല ആളുകളെല്ലാം വീഡിയോഗ്രാഫേഴ്സ്. നീ എവിടെ കൂടെ പോണു? നീ എവിടെ കൂടെ പോണു? എവിടെ കൂടെ പോണു? ആ റോഡിൽ കൂടെ എവിടെ കൂടെ പോണെന്ന് കേക്കണ? റോഡിൽ കൂടെ എവിടെ കൂടെ പോണെന്ന് കേട്ടോ. ഇതായത് സ്ഥലമൊന്ന് ഓ തീരെ ഒരു തമാശ. സ്ഥലം എവിടെയെന്ന്? ആ വെള്ളായണി, അതറിയാം. തീർച്ച ആകെ അറിയുള്ള സ്ഥലം വെള്ളായണി. ഷാപ്പി വന്നല്ലേ ഗ്രീഷ്മ? എല്ലാം നല്ല വൈബായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. ഫ്രണ്ട്സ് ആയിട്ടൊക്കെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് അല്ലേ? മിനി കുട്ടനാടല്ലേ കുഞ്ചക്കരി നടന്നത്. ഇതാണ് നമ്മളെ ധാരാളം പ്രൈസുകൾ, എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ ഇത് മാത്രമേ കാണുള്ളൂ. കരിമീൻ, അപ്പം, ചിപ്പി ഇത് ചിപ്പിയ കണ്ടുപിടി. കഴിയാറായി തിന്നോ? ഞങ്ങൾക്കിത് ധാരാളമാണ്, ഒരുപാട് ഐറ്റം ഉണ്ട്. പക്ഷെ മൂന്നാൾക്ക് ഇത്രയും തന്നെ ധാരാളം. അങ്ങനെ
ഏകദേശം എല്ലാം ഫില്ല് ചെയ്തു. നല്ല എരിയും നല്ല ടേസ്റ്റ്. അതുപോലെ എല്ലാ ആവശ്യത്തിനേ വാങ്ങിയുള്ളൂ, വേസ്റ്റ് ആക്കുന്നതാണ് വിചാരിച്ചത്. ടേസ്റ്റ് അന്ന് തന്നെ വീടിനത്തിന്റെ അതേ ടേസ്റ്റ് അവരുടെ. എങ്ങനെയുണ്ട്? നീ എന്തൊക്കെ തിന്നണം? ഓ കൊള്ളാമോ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പിന്നെ തിന്നോ. കുടപ്പാറയിൽ നിന്ന് ബാല്യാര് പോണ വരിയിൽ റൈറ്റ് സൈഡിലാണിത് പിരിഞ്ഞ സീ ഫുഡ് ഇഫ്താർ. നമ്മൾ ഇത്രയും കഴിച്ച് നമുക്ക് വെറും 700 ആയോളൂ. നല്ല ഫുഡായിരുന്നു, നല്ല കട്ടനൊക്കെ വീശുമ്പോൾ ഇതുവരെ ഇങ്ങനത്തെ കട്ടൻ കുടിച്ചിട്ടില്ലാന്ന്. അപ്പോളായാലും അപ്പമായാലും ചിപ്പി ആയാലും കരിമീനായാലും ദോശ ആയാലും പുട്ടായാലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം എല്ലാം അങ്ങനെ ഹാപ്പിയാണ്. 700 അല്ല വയറ് വയ്ക്കും. നമ്മൾ 3 ഫുഡ് അടിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോകാനാണ് പോണത്. അതുകൊണ്ട് അവർ ഇറങ്ങി. ഞാൻ കാറ് ഫ്രണ്ട് എടുത്ത് കൊടുക്കട്ടെ. അങ്ങോട്ട് ഇരിക്കോ, ഞാൻ വണ്ടി അങ്ങോട്ട് എടുക്കാം.